ഹരേ കൃഷ്ണ ഹരേ നാരായണ നമോ നമ. കൃഷ്ണൻ അരികത്ത് ഗോപിമാരൊക്കവേ വന്നതു കണ്ടു മുകുന്ദനും മന്ദഹാസം ചെയ്തു ചൊന്നാൻ, ഇവിടെ ഇന്നൊന്നിച്ചു വന്നതിൽ എന്തുമൂലം നിങ്ങൾ എന്നാലിനി എന്തു വേണ്ടതു ചൊല്ലുവിൽ. നന്നായി നിങ്ങൾ ഇവിടേക്ക് വന്നതും ഘോരമഹാവനമാം, ഇതിലേറ്റവും ക്രൂരജന്തുക്കളുമുണ്ടോ പലതരം. പാരം നിശീധിനിയായി ചമഞ്ഞിതു പാരാതെ പോക ബന്ധുക്കൾ തിരഞ്ഞിടും. എങ്കലെ സ്നേഹേന വന്നിരുന്നാകിലു മംഗമാരേ, നിങ്ങൾ ചിത്തത്തിൽ ഒക്കെയും പുത്രമിത്രാദി വർഗങ്ങളിലേറ്റവും ചിത്തം രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭർത്തു ശുശ്രൂഷണം ചെയ്വിനിന്നങ്ങുപോയി ഭർത്താവ് ദൈവം തരുണിമാർക്കൊക്കെയും. ഭർത്താവിനെ വെടിഞ്ഞ് അന്യനെ കൈക്കൊള്ളിൽ എത്രയും നിന്ദ്യോ വിധിമതമല്ലല്ലോ. കേൾക്കയോ കാണുകയോ ധ്യാനിക്കയോ ചെയ്യിൽ മേൽക്കുമേൽ ഭക്തിയും എന്നിലുണ്ടായി വരും. എപ്പോഴും ഒന്നിച്ചിരുന്നതെന്നാകിലും അല്പമായി വന്നു പോം ഭക്തി. അതിനാലേ ഇപ്പോഴേ പോവിൻ മടിയാതെ എന്നെല്ലാം ഉൽപ്പല നേത്രവാക്യം കേട്ടു നാരിമാർ ഉൾപ്പൂവ് ദുഷ്ണിച്ചു കണ്ണുനീർ വാർത്തുടൻ. അപ്പോഴേ ശില്പുമാൻ നിസംഗനാം പരൻ കേശവൻ തൻകരം കൊണ്ടവർ കണ്ണുനീരാശു തുടച്ചതു നേരത്തു നാരിമാർ. കിഞ്ചന കോപ മൃദുഹാസഗദ്ഗദാൽ അഞ്ചിതമൂർത്തിയോടേവം പറഞ്ഞിതു. കാഠിന്യവാക്യം പറയുന്നിതോ ഭവാൻ, ഊഢരാകേണ നിന്മൂലമായി ഞങ്ങളും ഭർത്തപുത്രാദികളെ ഉപേക്ഷിച്ചു മിത്രമാം നിൻപദസേവ ചെയ്തിടുവാൻ വന്നൊരു ഞങ്ങളെ പോകുന്നു ചൊല്ലുകിലോ. പിന്നെ എന്തൊന്നു ചൊല്ലേണ്ടു ദയാനിധേ. ഭർത്താവു നാരികൾക്ക് ഈശ്വരൻ എന്നത് ഓർത്താൽ ജഗൽപതിയല്ലോ ഭവാൻ ദൃഢം. നിന്നെ ഭജിക്കുന്ന ഞങ്ങൾ ഇന്നെന്തിനായി അന്യ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സൊക്കെ നീ വാങ്ങി വെച്ചങ്ങ് പോകന്നാൽ പദങ്ങൾ നീങ്ങുന്നീല. മന്ദാക്ഷഭമാതി ഉണ്ടെങ്ങൾ മാനസം തന്നെ മദനാഗ്നിയാലിരിക്കും ഭവാൻ. ഇന്നത് ശാന്തി ചെയ്യാകിൽ ദഹിച്ചുടൻ നിന്നുടെ പാദപത്മയെ ചേർന്നുകൊള്ളുവോ. സുന്ദരാ നിന്നുടെ രൂപാമൃതം കാൺകിൽ തന്നീ മണികൾ കാമിക്കാതിരിക്കുമോ. ലോകമാതാ മഹാലക്ഷ്മി തവപാദം ലോകേശ കാക്ഷിച്ചു തന്നെ വസിക്കുന്നു. ചിന്തിതം നൽകുവൻ പാർപ്പിരിന്തങ്ങളോടന്തർമുതാ പറഞ്ഞില്ലയോ മുന്നമേ. ചിത്തെ മറന്നുപോകാതെ ജഗൽപ്രഭോ നിത്യവും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളുക. നാരിമാർദീനവാക്യം കേട്ടു കാരുണ്യവാരിധി കൃഷ്ണൻ മൃദുസ്മിതത്തോടുടൻ. ഗോപിമാർ ചൂടുറ്റുകാളുന്തി തീരത്ത് ശോഭിച്ചു ചന്ദ്രതാരങ്ങൾ. അതുപോലെ കാമവശ്യങ്ങളാൻ ചുംബനാലിംഗനാലാമവർ തമ്മേ രമിപ്പിച്ചു.